കർണാടക കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു നൽകണമെന്ന ആവശ്യം ശക്തമാക്കി DK ശിവകുമാർ. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് DK സമയം തേടി. 136 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് ശിവകുമാർ അവകാശപ്പെടുന്നത്. വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ശിവകുമാർ കുറേ നാളുകളായി മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടുകയാണ്. സിദ്ധരാമയ്യയ്ക്ക് പകരം തന്നെ മുഖ്യമന്ത്രിയാക്കാം എന്ന് ഒരു വ്യവസ്ഥ കോൺഗ്രസിലുണ്ടായിരുന്നു, പക്ഷേ നടപ്പാക്കുന്നില്ല എന്നാണ് ശിവകുമാറിൻ്റെ ആവശ്യം. ഇതിനു മുമ്പും ഡൽഹിയിലെത്തി അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തി. ഏകദേശം ധാരണയായെങ്കിലും കോൺഗ്രസ് അത് നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ശിവകുമാർ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് കടുപ്പിക്കുകയാണ് എന്നല്ലേ ഇപ്പോൾ മനസ്സിലാവുന്നത്, നന്ദഗോപൻ? വിനോദ്, കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കർണാടകത്തിൽ നിന്ന് DK ശിവകുമാർ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. ചില കേന്ദ്രമന്ത്രിമാരെ കാണാനാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഹൈക്കമാൻഡ് അടക്കം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ AICCയുടെ മുതിർന്ന നേതാക്കളെ കാണുവാൻ വേണ്ടിയുള്ള അനുവാദം തേടിയിരിക്കുന്നു. ഇതിന് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഇദ്ദേഹത്തിന് കേന്ദ്ര നേതാക്കളെ കാണാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തനിക്ക് 130 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് DK ശിവകുമാർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദം തനിക്ക് ഒഴിഞ്ഞു നൽകണം, വാക്ക് പാലിക്കാൻ സിദ്ധരാമയ്യയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവും തയ്യാറാകണമെന്നുള്ളതാണ് DK ശിവകുമാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. 2.5 വർഷം സിദ്ധരാമയ്യയും ശേഷം വരുന്ന 2.5 വർഷം DK ശിവകുമാറും എന്നായിരുന്നു കർണാടകത്തിൽ ഭരണത്തിലെത്തുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ധാരണ. അത് AICC നേതൃത്വം തന്നെ ഇടപെട്ടാണ് അത്തരമൊരു ധാരണയിലേക്ക് എത്തിയത്. എന്നാൽ 2.5 വർഷം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സിദ്ധരാമയ്യ തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, താൻ സ്ഥാനം ഒഴിയുന്നില്ല എന്നുള്ളത് പലതവണ സിദ്ധരാമയ്യ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം DK ശിവകുമാർ അണികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പരസ്യമായോ പ്രതികരിക്കരുതെന്ന്. ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് സുതാര്യമായ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് DK ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ അനുയായികളോട്, തൻ്റെ ഒപ്പം നിൽക്കുന്ന MLA-മാരോട് സംയമനം പാലിക്കണം, ഒരു തരത്തിലും പരസ്യ പ്രസ്താവനകളിലേക്ക് കടക്കരുതെന്ന് DK ശിവകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പരസ്യ പ്രസ്താവനകളെ കോൺഗ്രസ് നേതൃത്വവും വിലക്കിയിരുന്നു. ഏതായാലും DK ശിവകുമാർ ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം നൽകുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സിദ്ധരാമയ്യയുടെ മന്ത്രിപദം, മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു നൽകുവാൻ പറയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിനോദ്, വ്യക്തമാണ്, കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് DK ശിവകുമാർ തൻ്റെ നിലപാട് ശക്തമാക്കുകയാണ്. കൂടുതൽ MLA-മാർ തനിക്ക് പിന്തുണയുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ബോധിപ്പിക്കാൻ ശിവകുമാർ ഡൽഹിയിലെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.